പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദ പവർ ഓഫ് കോമ്പൗണ്ടിങ്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെയൊക്കെ വീഡിയോസിൽ കേട്ടിട്ടുണ്ടല്ലേ, ദ പവർ ഓഫ് കോമ്പൗണ്ടിങ്. നമ്മുടെ സ്വഭാവത്തിലും ഉണ്ട് പോസിറ്റീവ് കോമ്പൗണ്ടിങ്ങും നെഗറ്റീവ് കോമ്പൗണ്ടിങ്ങും. പോസിറ്റീവ് കോമ്പൗണ്ടിങ്ങിൻ്റെ എക്സാമ്പിൾസ് പറയട്ടെ. അതായത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മളെ കൊണ്ട് ഈ ജന്മത്ത് സാധിക്കത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ജോലി, അത് നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് വിചാരിച്ച് ഓരോ അതായത് ചെറിയ സ്റ്റെപ്സ് ഓരോ ദിവസവും എടുക്കുക. അപ്പോൾ നമ്മളെ കൊണ്ട് ചെറുകയാണെങ്കിലും ആ ഒരു ടാസ്ക് ചെയ്ത് തീർക്കാൻ സാധിക്കും അല്ലേ? അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു എഫേർട്ട് ഇടുമ്പോൾ നമ്മൾ ആ ടാസ്ക് ചെയ്ത് തീർക്കുകയും നമ്മൾ അതിലൊരു മാസ്റ്റർ ആവുകയും ചെയ്യും. നമ്മൾ മാസ്റ്ററായെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, അതായത് നമുക്കിപ്പോൾ ഒരു ടാസ്ക് കിട്ടുമ്പോൾ ഇത് അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ നമ്മൾ ചിന്തിക്കില്ലേ? അങ്ങനെ ചിന്തിക്കാതെ നമുക്കതിനൊരു സൊല്യൂഷൻ കിട്ടിയെങ്കിൽ നമ്മൾ ആ ഒരു ജോലിയിൽ മാസ്റ്ററായെന്നാണ് അർത്ഥം. ഒരു പോസിറ്റീവ് കോമ്പൗണ്ടിങ്ങിൻ്റെ എക്സാമ്പിളാണത്. ഇനി അടുത്തത് നോളേജ് കോമ്പൗണ്ട്സ് ഉണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ന്യൂ ഐഡിയ ഓരോ ദിവസവും നമ്മൾക്ക് പറ്റുന്ന ചെറിയ ആണെങ്കിലും വലിയതാണെങ്കിലും ഓരോ ഐഡിയാസ്, അത് ഏത് മേഖലയിലും ആയിക്കോട്ടെ, ഓരോ ന്യൂ ഐഡിയാസ് നമ്മൾ പഠിക്കുക. ഓരോ ദിവസവും ന്യൂ ഐഡിയാസ് പഠിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആ ഒരു ഐഡിയ നിങ്ങൾക്കത് പ്രയോജനപ്പെടും അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ നോളേജ് കോമ്പൗണ്ട്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, ദിവസവും ഓരോ പുതിയ ഐഡിയാസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിക്കുമ്പം നമ്മൾക്ക് ആ ഒരു ബുക്ക് വായിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ന്യൂ ഐഡിയാസ് കിട്ടില്ലേ? അതിനകത്ത് നിന്ന് ഏതെങ്കിലും സെൻറ്റൻസസ് നമ്മളെ കൂടുതൽ ഇൻസ്പയർ ആവും, അല്ലെങ്കിൽ പുതിയൊരു ഐഡിയ കിട്ടും. അങ്ങനെയൊക്കെയല്ലേ ഒരു പുതിയ പുസ്തകം വായിക്കുമ്പോഴും. അപ്പോൾ ഒരു പുതിയ പുസ്തകങ്ങൾ വായിക്കുന്നതും നമ്മുടെ നോളേജ് കോമ്പൗണ്ടിങ്ങിന് എക്സാമ്പിളാണ്. ഇനി നെഗറ്റീവ് കോമ്പൗണ്ടിങ്ങിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നറിയാമോ? ഈ ലോകത്ത് എല്ലാവരും വളരെ ബിസിയാണ് അല്ലേ? എല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നു, അവരവരുടെ ജോലി ചെയ്യുന്നു, പിന്നെ അടുത്ത ജോലി സ്ഥലത്തേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ എല്ലാവർക്കും ഒരേ റുട്ടീനിലുള്ള തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് കൂടുതലും. അപ്പോൾ അവർക്ക് ഓരോ തരത്തിലുള്ള സ്ട്രെസ്സായിരിക്കും. ചിലപ്പോൾ വീട്ടിലെ സ്ട്രെസ്സ് കാണും, ചിലപ്പോൾ മക്കളെ പഠിപ്പിച്ച് അന്നന്നത്തെ അപ്ഡേറ്റായിട്ട് പഠിപ്പിക്കാൻ സമയം കിട്ടുന്നുണ്ടാവില്ല, വീട്ടിലെ എന്തെങ്കിലും ടെൻഷൻസ് കാണും. അങ്ങനെ ഓരോ ദിവസവും ഓരോരോ സ്ട്രെസ്സുകളായിരിക്കും അവർക്കുള്ളത്. അപ്പോൾ ഓരോ ദിവസവും സ്ട്രെസ്സുകൾ ഉണ്ട്, മാറി വരുന്നതേ ഉള്ളൂ, ഓരോ തരത്തിലുള്ള സ്ട്രെസ്സ്. അപ്പോൾ ആ സ്ട്രെസ്സുകളെല്ലാം കൂടെ കോമ്പൗണ്ടായിട്ട് അതൊരു വലിയ ഹെൽത്ത് ഇഷ്യൂസ് ആവും അല്ലേ? അതിനാണ് സ്ട്രെസ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോഴായിരിക്കും നമ്മളത് തിരിച്ചറിയുന്നത്. കാരണം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ തിങ്കിങ്, അതായത് ഇങ്ങനെ സ്ട്രെസ് എടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ആ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത്. അതിനെ നമ്മൾ സ്ട്രെസ് കോമ്പൗണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നെഗറ്റീവ് തോട്ട് കോമ്പൗണ്ട് ഉണ്ട്. നെഗറ്റീവ് തോട്ട്സ് കോമ്പൗണ്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലി വേണം, എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇന്ന ജോലി വേണം എന്നൊക്കെ ഒരു സ്വപ്നത്തിലായിരിക്കും ഓരോരുത്തർ പഠിക്കുന്നതും. പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിലൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു സ്വപ്നങ്ങൾ. അപ്പോൾ ചിലർക്കതൊക്കെ സാധിക്കും, ചിലർക്കത് സാധിക്കത്തില്ല. പക്ഷേങ്കിൽ അവർ ഡെയിലി അതേക്കുറിച്ച് എനിക്കത് സാധിച്ചില്ലല്ലോ എന്നുള്ള ചിന്തയിൽ ഡെയിലി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതൊരു നെഗറ്റീവല്ലേ? എന്തായാലും സാധിച്ചില്ല. അപ്പോൾ പിന്നെ അത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുമോ? ഇല്ല. അതൊരു നെഗറ്റീവ് തോട്ടാണ്. അത് ഡെയിലി അത് കിട്ടിയില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, അത് നമുക്ക് തിരിച്ചറിയാനും പറ്റില്ല. നമ്മളിങ്ങനെ നെഗറ്റീവ് തോട്ട് കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് എന്താ? നമ്മളെപ്പോഴും ഒരു നെഗറ്റീവ് വൈബിലായിരിക്കും ലൈഫ് മുന്നോട്ട് പോകുന്നത്. നമുക്കൊരു ഒരു സന്തോഷമായിട്ടിരിക്കാനോ സമാധാനമായിട്ടിരിക്കാനോ ഒന്നും സാധിക്കില്ല. അതിൻ്റെ പേരാണ് നെഗറ്റീവ് തോട്ട് കോമ്പൗണ്ട് ഇല്ലേ? അപ്പോൾ നമ്മുടെ സ്വഭാവത്തിലും പോസിറ്റീവ് കോമ്പൗണ്ടിങ്ങും നെഗറ്റീവ് കോമ്പൗണ്ടിങ്ങും ഉണ്ട്. നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് പോസിറ്റീവ് കോമ്പൗണ്ടിങ്ങിലാണ് നമ്മളെപ്പോഴും ശ്രദ്ധ കൊടുക്കേണ്ടത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് വരുമ്പം നമ്മൾ ഒരു പോസിറ്റീവ് എനർജിയിലാവും, നമ്മുടെ ലൈഫും പോസിറ്റീവ് എനർജിയിലാവും. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കോമ്പൗണ്ടിങ്ങിന് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ.